പ്രഗത്ഭരായ നോവലിസ്റ്റുകളുടെ കൂടെ ഇവിടെ വന്നിരിക്കാൻ സാധിച്ചതിൽ അതിലെ സന്തോഷം മുതൽ 6 പേരിൽ 4 പേരും സ്ത്രീകളാണ് അല്ലേ. ഇപ്പോൾ എൻ്റെ നോവൽ സങ്കല്പത്തെ പറ്റി പറയാനായിട്ട് ഇവിടെ ഇരിക്കുന്നത് അധികവും സ്ത്രീകളാണ്. തീർച്ചയായിട്ടും ഞാൻ ഒരു നോവലിസ്റ്റായി തീർന്നതിന് ഒരു കാരണം ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ. ഒരിക്കൽ ഞാൻ കഥകൾ എഴുതി ഗൾഫിലായിരുന്ന സമയത്ത് കഥകളൊക്കെ എഴുതി അയച്ചുകൊണ്ടിരുന്ന സമയത്ത് അധികമൊന്നും അയച്ചിട്ടില്ല, 3-4 പ്രാവശ്യം അയച്ചിട്ടുണ്ട്. ആ കഥകളൊക്കെ എവിടെയും പ്രസിദ്ധീകരിക്കാതിരുന്ന മുഖ്യധാര മാധ്യമങ്ങളോട് എൻ്റെ ആദ്യത്തെ കടപ്പാട്. കാരണം നമ്മുടെ മീഡിയ ഏതാണ് എന്ന് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയായിരിക്കും. പക്ഷേ നമുക്ക് പറയാനുള്ളത് പറയാനൊരു മാധ്യമം വേണം. നമ്മൾ പറയുന്നത് മുഖ്യധാര. ഇന്നാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്, എഡിറ്റ് ചെയ്യപ്പെടാത്തതൊക്കെ പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഗൾഫിലായിരുന്ന 10-20 വർഷക്കാലം അന്ന് എഴുത്തെന്ന് പറയുന്നത് എൻ്റെ പ്രയോറിറ്റി ഒന്നും ആയിരുന്നില്ല. ആദ്യം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ കവിതയായിരുന്നു ആദ്യം എഴുതിക്കൊണ്ടിരുന്നത്. അധികം വായിച്ചുകൊണ്ടിരുന്നതും ചൊല്ലിക്കൊണ്ടിരുന്നതും ഒക്കെ കവിതയായിരുന്നു. നോവൽ വായിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കൊരു സമയം പോകുന്ന, കാരണം എഞ്ചിനീയറിംഗ് ആയിരുന്നു ഫീൽഡ്. അപ്പോൾ ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമായതുകൊണ്ട് നോവലുകൾ വളരെ സെലക്റ്റഡ് ആയിട്ട് വായിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയായിരുന്നു. പക്ഷേ കവിത എഴുതി കഴിയുമ്പോഴുള്ള ഒരു വലിയൊരു കൺഫ്യൂഷൻ ഇങ്ങനെയായിരുന്നു. ഈ വരികൾ ഞാൻ എവിടെയോ വായിച്ച ഒരു കവിതയിലെ വരികളാണോ, അല്ലെങ്കിൽ എന്നും വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എപ്പോഴും തോന്നാവുന്ന ഒരു സംശയമാണ്. അങ്ങനെ ഒരു സംശയത്തെ കൊണ്ട് ഞാൻ കവിത എഴുത്ത് നിർത്തി എന്ന് പറയാം. കാരണം കവിത എഴുതി കഴിഞ്ഞാൽ ഒരു സംശയമാണ്, ഇത് എൻ്റെ തന്നെ വരികളാണോ എന്നുള്ള ഒരു സംശയം. പക്ഷേ കുറേ മുമ്പോട്ട് പോയപ്പോഴാണ് നമ്മൾ എഴുതുന്ന ഓരോ വാക്കിനെ നമ്മളുടെ പൂർവികരോട് കടപ്പെട്ടിരിക്കുന്നു. നമ്മൾ സ്വന്തമായിട്ടൊന്നും സൃഷ്ടിക്കുന്നില്ല. എല്ലാം ആരെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കി പൂർത്തീകരണമാണ് നമ്മൾ നമ്മുടെ കൃതിയിലൂടെ അല്ലെങ്കിൽ നമ്മളുടെ എഴുത്തിലൂടെ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ വയനാട് സ്വദേശിയാണ് ഞാൻ. ഒരു 30കളിൽ ആദ്യകാലത്തെ കുടിയേറ്റത്തിൽ എൻ്റെ ഗ്രാൻഡ് പാരൻസ് വല്യപ്പച്ചനൊക്കെ വയനാട്ടിലേക്ക് കുടിയേറി പോയതാണ്. എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ വയനാട്ടിലായിരുന്നു. അത് കഴിഞ്ഞ് പഠിത്തം കഴിഞ്ഞ് ഗൾഫിലേക്ക് പോയി. ആ നേരത്തൊക്കെ കൂടെ ഉണ്ടായിരുന്നത് ഒരുപാട് പുസ്തകങ്ങളായിരുന്നു. നേരത്തെ ലിസ്റ്റ് ചേച്ചി മഹത്തായ ക്ലാസിക്കുകളെ കുറിച്ച് പലതും പറഞ്ഞു. അതുപോലെയുള്ളൊരു പുസ്തകങ്ങളാണ് അക്കാലത്ത് എൻ്റെ അക്ഷരങ്ങളിൽ എന്നെ വളർത്തിക്കൊണ്ടിരുന്നത്. അക്ഷരങ്ങൾ എന്നിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ എന്നെ സഹായിച്ചത് ആ പുസ്തകങ്ങളുടെ വായനയാണ്. അന്നൊക്കെ കുട്ടികളെ നോക്കി അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് പിന്നെ എഴുത്തേറ്റവും അവസാനത്തെ പ്രയോറിറ്റി ആയിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ വലുതായപ്പോഴാണ് ഇനി എനിക്ക് എന്നെ അടയാളപ്പെടുത്തണം, എൻ്റെ ആത്മപ്രകാശനത്തിനുള്ള ഒരു വഴിയായി ഞാൻ എൻ്റെ അക്ഷരങ്ങളെ ഉപയോഗിക്കാൻ തുടങ്ങിയതും. അങ്ങനെ ഒരു വലിയ ചെറുകഥയുടെ ചെറിയ ക്യാൻവാസിൽ ഒതുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എഴുതാൻ ഏറ്റവും സ്വാതന്ത്ര്യമുള്ള മീഡിയമാണ് നോവൽ എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് നോവലിലേക്ക് തന്നെ കടന്നു വന്നത്. കാരണം നോവലിൽ നമ്മൾ സ്വതന്ത്രരാണ്. ചെറുകഥയുടെ ഒരു ചെറിയ ചട്ടക്കൂടിൽ ഒതുങ്ങി നിന്ന് ഒരു കവിതയ്ക്ക് വളരെ അടുത്ത് നിൽക്കുന്ന രൂപമാണ് ചെറുകഥ എന്ന് നമുക്കറിയാം. അതിലൊന്നും ഒരു വാക്കുപോലും നമുക്ക് അധികമായിട്ട് ചേർക്കാൻ പറ്റില്ല. നോവൽ എഴുതുമ്പോൾ നമ്മൾ വളരെ സ്വതന്ത്രരാണ്. നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പോൾ വയനാട്ടിനെ കുറിച്ച് ഞാൻ എഴുതി തുടങ്ങിയാൽ വയനാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരെക്കുറിച്ച് എഴുതുക എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് ആ നോവൽ എഴുതി തുടങ്ങുന്നത്. ആ മനുഷ്യരും അവരുടെ വ്യഥകളും അവരുടെ സ്വപ്നങ്ങളും അവരുടെ പോരാട്ടങ്ങളും ഒക്കെ എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ കൂടെ തന്നെ വളർന്നതാണ്, എൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. കാരണം അതിലൊരു കാടൊരു മുഖ്യ കഥാപാത്രമായിട്ട് വരുന്നു എന്നൊക്കെ നോവൽ വായിച്ചവർ പറഞ്ഞു. അത് കാട് വരണമെന്ന് വിചാരിച്ച് കാട് സൃഷ്ടിക്കുന്നതല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക രാഷ്ട്രീയം പറയണമെന്ന് വിചാരിച്ച് അതിൽ രാഷ്ട്രീയം എഴുതി ചേർക്കുന്നതല്ല. നമ്മൾ വളർന്നു വന്ന ചുറ്റുപാടുകളും നമ്മൾ കണ്ട് വളർന്ന ഒരുപാട് കാര്യങ്ങളും നമ്മളുടെ മുന്നിലൂടെ കടന്നുപോയ അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നേരിട്ട അല്ലെങ്കിൽ അവർ കടന്നുപോയ സംഘടനകളും സംഘർഷങ്ങളും ഒക്കെയാണ് ആ നോവലിലൂടെ ഇതിൽ വിരിഞ്ഞു വന്നത്. അതേപോലെ തന്നെ ആ നോവലിൽ ചെറുപ്പം മുതൽ ഞങ്ങളോടൊപ്പം വളർന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ഭൂമികളിൽ പാടങ്ങളിലും തോട്ടങ്ങളിലുമൊക്കെ ജോലി എടുത്ത് സ്വന്തം ഇന്നും അവരെ ഒരു തുണ്ടം ഭൂമിക്ക് അവകാശികളല്ലാതെ ഇന്നും ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യേണ്ടി വരുന്ന മനുഷ്യരോടുള്ള ഐക്യപ്പെടൽ കൂടിയായിട്ട് ആ നോവൽ മാറുകയായിരുന്നു. അതൊന്നും അങ്ങനെ വരണമെന്ന് വിചാരിച്ച് എഴുതിയൊരു സംഗതിയല്ല. എനിക്ക് തോന്നുന്നു നോവലിൽ പലപ്പോഴും ഇവിടെ ഇരിക്കുന്ന നോവലിസ്റ്റുകൾക്കറിയാം, നമുക്കൊരു ത്രെഡ് ഉണ്ടാവും. 1.5 പേജിൽ എഴുതി വെച്ചൊരു കഥയായിരുന്നു. പക്ഷേ ആ കഥാപാത്രങ്ങൾ നമ്മളെ വലിച്ച് നമ്മളറിയാത്ത പല പ്രദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ പല തലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും.
ചിലപ്പോൾ നൂറ്റാണ്ടുകൾക്കപ്പുറം മരിച്ചുപോയ ചില മനുഷ്യരുടെ ശബ്ദങ്ങൾ നമ്മുടെ കൃതികളിലൂടെ വായനക്കാരന് കേൾക്കാനാവും. അത് നോവലിലെ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന നമ്മുടെ ഏകാന്തതയിൽ നമ്മുടെ എഴുത്ത് പ്രക്രിയയിലായിരിക്കുമ്പോൾ ആരോ എവിടെ നിന്നോ നമുക്ക് എറിഞ്ഞു തരുന്ന ചില സങ്കല്പങ്ങളും ചില വിചാരങ്ങളും ചില സ്വപ്നങ്ങളും ഒക്കെ ആ രൂപത്തിൽ രൂപാന്തരം പ്രാപിക്കുകയാണ്. കാൾ സാഗന്റെ ഒരു വാചകമുണ്ട്, നമ്മളൊരു കൃതി എടുക്കുമ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരാളുടെ ശബ്ദം നമുക്കതിൽ കേൾക്കാം എന്ന്. അതെനിക്ക് വളരെ കൃത്യമായിട്ട് തോന്നി. ഇപ്പം നമ്മളുടെ ഈ കാലത്ത് ചരിത്ര നോവലുകളും ചരിത്രമൊക്കെ ഒരുപാട് ഫിക്ഷനിൽ ഉപയോഗിക്കപ്പെടുന്ന കാലത്ത് ഒരു കാലത്ത് അതിനെ പറ്റിയൊരു പരാതി ഉണ്ടായിരുന്നു, എന്തിനാണ് ഈ ഫിക്ഷനിൽ ഇങ്ങനെ ചരിത്രം കുത്തി നിറയ്ക്കണത് എന്ന്. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നത് ആ ചരിത്രത്തിലെ ഒരു അടയാളപ്പെടുത്തൽ നടത്തിയ സുരേഷ് മാഷ് അടുത്തിരിക്കുന്നുണ്ട്. മറതി എന്നൊരു മനോഹരമായ നോവൽ എഴുതിയ മാഷ് സദസ്സിലുണ്ട്. അതുപോലെ പല നോവലിസ്റ്റുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ചരിത്രം തിരുത്തപ്പെടുന്ന ഒരു കാലത്ത് നമ്മളുടെ ഇനി വരുന്ന കാലത്ത് യഥാർത്ഥത്തിലുള്ള ചരിത്രം വായിക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഫിക്ഷനിലൂടെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾക്ക് എഴുതാൻ കിട്ടിയിരിക്കുന്ന ഒരു മാധ്യമം നമുക്ക് നമ്മളോട് തന്നെയുള്ള സംസാരവും സമൂഹത്തോടുള്ള സംസാരവുമായിട്ടാണ് നമ്മുടെ എഴുത്ത് രൂപാന്തരപ്പെടുന്നത്. നമ്മളെ തന്നെ നവീകരിക്കുന്നതോടൊപ്പം സമൂഹത്തിൻ്റെ ഏതെങ്കിലുമുള്ള രീതിയിലുള്ള ഒരു ചലനം സൃഷ്ടിക്കാൻ അതിന് കഴിയണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഈ നോവൽ എന്ന ഒരു രൂപത്തിൽ എഴുത്ത് സൃഷ്ടി പലപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ എന്നെ ഞാനാക്കിയ നാടിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പിന്നെ എന്തെഴുതണമെന്ന് ആഗ്രഹിച്ചപ്പം എൻ്റെ സങ്കല്പത്തിലെ നോവൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഇനി പറയപ്പെടാതെ മറഞ്ഞു കിടക്കുന്ന മനുഷ്യരുടെ കഥകൾ അല്ലെങ്കിൽ ഇനിയും അറിയാത്ത ദേശങ്ങളെ അടയാളപ്പെടുത്താനുള്ള കഥകൾ അങ്ങനെയുള്ളത് പറയണം. നോവൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ പ്രമേയത്തിൽ നവീകരണമുണ്ട്, ആവിഷ്കാര രൂപത്തിൽ ശൈലിയിലൊക്കെ നവീകരണം എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹിത്യ രൂപമാണല്ലോ നോവൽ എന്ന് പറയുന്നത്. അപ്പം പുതിയത് എന്തെന്ന് അന്വേഷിച്ചപ്പം ഇതുവരെ പറയപ്പെടാത്ത പെൺയാത്രകളെ കുറിച്ച് പറയണമെന്ന് വിചാരിച്ചാണ് ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന നോവൽ എഴുതി തുടങ്ങുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും പ്രവാസത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ആണുങ്ങളുടെ പ്രവാസത്തെ പല നോവലുകളിലും ഫിക്ഷനിലും നന്നായിട്ട് മലയാളത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പെൺപ്രവാസം പലപ്പോഴും അടയാളപ്പെടുത്തപ്പെടുന്നില്ല. ബെന്യാമിൻ്റെ നിശബ്ദ സഞ്ചാരങ്ങളിൽ ഒരു നഴ്സിൻ്റെ യാത്രയുണ്ട്. കാനഡയിൽ നിന്ന് എഴുതുന്ന നിർമ്മലയുടെ നോവലുകളിൽ, അതുപോലെ ബീന, സൗദി അറേബ്യയിലെ ബീനയുടെ കഥകളിലും നോവലിലൊക്കെ പലപ്പോഴും പ്രവാസത്തിലുള്ള പെണ്ണുങ്ങളെക്കുറിച്ചുള്ള കഥകളും നോവലുകളൊക്കെ പിറക്കുന്നുണ്ട്. പക്ഷെ പലതും മുഖ്യധാരയിലേക്ക് ചർച്ച ചെയ്യപ്പെടുന്നില്ല. അങ്ങനെ ഒരുപാട് പേരുടെ ഉണ്ട്. സോണിയ റഫീഖ് അവർ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഹരിത സാവിത്രി ഖുർദുകളുടെ വേദന അവർ നേരിട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ ഞാനായിരുന്നു 10-20 വർഷം ജോലി ചെയ്തിരുന്ന സമൂഹത്തിൽ എന്നോടൊപ്പം ജോലി ചെയ്തിരുന്ന പലസ്തീനികൾ, ജോർദാനികൾ, സിറിയക്കാർ, ലെബനനികൾ, അങ്ങനെ പല അറബ് ദേശക്കാരുമായിട്ടുള്ള ഒരുമിച്ച് സഹവർത്തിത്വത്തിലൂടെ അവരുടെ അനുഭവങ്ങളിൽ നിന്ന് കണ്ടെടുത്ത ചില കാര്യങ്ങൾ രേഖപ്പെടുത്താനുള്ള ഒരു വഴിയായിട്ട് ഞാൻ ഈ നോവലിനെ ഉപയോഗിക്കുകയായിരുന്നു. പക്ഷേ അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. 2023 ഒക്ടോബറിന് ശേഷമുള്ള ഇസ്രായേലിൻ്റെ ക്രൂരമായ അധിനിവേശം സംഭവിക്കുന്നതിനും 1 വർഷം മുമ്പാണ് ഈ നോവൽ പുറത്തു വരുന്നത്. പക്ഷേ ഒരു നൂറ്റാണ്ടോളമായിട്ട് പലസ്തീൻ ജനത നേരിട്ടുകൊണ്ടിരിക്കുന്ന ക്രൂരമായ ആട്ടിപ്പായ്ക്കലിൻ്റെ ഒരു കഥയുടെ ചെറിയ അടയാളപ്പെടുത്തലായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു 6000-ലധികം ഭാഷകളിലും ഒതുങ്ങാത്ത അവരുടെ തീരാവേദനകളുടെ ഒരു സാക്ഷ്യം മാത്രമായിട്ട്, ചെറിയ സാക്ഷ്യമായിട്ട് അവിടെ അടയാളപ്പെടുത്തൽ വരികയാണ് ആ നോവലിലുണ്ടായത്. എനിക്ക് തോന്നുന്നു, ഇപ്പം ആദ്യത്തെ ഭാഗത്ത് ഇത്രയും പറയാം, ഇങ്ങനെ എവിടെയൊക്കെ നമ്മൾക്ക് സമൂഹത്തോട് എന്തൊക്കെയോ പറയാനുണ്ട്, അല്ലെങ്കിൽ നമ്മളെ തന്നെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുണ്ട് എന്ന് വരുമ്പോഴാണ്, അതിനൊരു വലിയ ക്യാൻവാസ് ഉപയോഗിക്കണം എന്ന് തോന്നുമ്പോഴാണ് പലപ്പോഴും സ്വന്തം ആത്മസുഖത്തിന് വേണ്ടി ചെയ്യുന്ന നോവൽ എഴുത്ത് എന്ന പ്രക്രിയ അവരെന്നും സുഖത്തിനായി വരണം എന്ന ചിന്തയിൽ നിന്നാണ് ഇങ്ങനെയുള്ള എഴുത്തിലേക്ക് തിരിയുന്നത്. കുളുക്കൻ എന്ന പേരായിട്ടുള്ള ഒരു നോവലിലൂടെ തന്നെ വളരെ ശ്രദ്ധ നേടിയിട്ടുള്ള എഴുത്തുകാരിയാണ് പുഷ്പമ്മ. നോവല് നമ്മുടെ ഗോത്ര സമൂഹത്തെക്കുറിച്ചുള്ള നോവലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. പക്ഷേ മറ്റ് ഗോത്ര രചനകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ മേഖലയിൽ നിന്നുകൊണ്ടിരുന്ന എഴുത്തുകാരി തന്നെയാണ് എന്നുള്ളത് പ്രധാനം. അതുകൂടാതെ തന്നെ ഈ
ഇപ്പോൾ സമൂഹത്തിൽ, ഇപ്പോൾ ഏതൊരു സമൂഹത്തെ സംബന്ധിച്ചും അതിൻ്റെ ബാഹ്യശക്തികളുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണത്തെ ഉണ്ടാക്കുന്ന സംഘർഷങ്ങളാണ് ഇതുപോലുള്ള ജീവിത മേഖലകളെ സംബന്ധിച്ച് നോവലുകൾ വരാറ്. പക്ഷെ ഇവിടെ ബാഹ്യ മേഖലയിലുള്ള ആക്രമണങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ ആഭ്യന്തരമായ പ്രതിസന്ധികൾ കൂടി ആ നോവലിൽ കടന്നു വരുന്നുണ്ട്. ഇപ്പം മൂപ്പൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമൊക്കെ അതിഭീകരമായ ഒരു ആക്രമണകാരിയായി ആ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമായി നിൽക്കുന്നത്, ആ പ്രതിസന്ധിയൊക്കെ മനോഹരമായി ആവിഷ്കരിച്ചിട്ടുള്ള നോവലാണ്. പുഷ്പമ്മ പറയാം. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഇടുക്കി എന്ന് കേൾക്കുമ്പോൾ ആദ്യം എല്ലാവരുടെയും മനസ്സിൽ പണ്ടും ഇപ്പോഴും വരുന്നത് ഊഞ്ഞാലിൽ ആടി നടക്കുന്ന മനുഷ്യർ എന്നാണ്. ഇടുക്കി ജില്ലയില് വണ്ടിപ്പെരിയാറിൽ നിന്നും 10 കിലോമീറ്ററോളം ദൂരമുണ്ട് ഞാൻ ജനിച്ചു വളർന്ന വഞ്ചിവയൽ എന്ന പ്രദേശം. ഒരു റോഡ് സൗകര്യമോ യാത്രാ സൗകര്യങ്ങൾ ഒട്ടുമില്ല അവിടെ. എൻ്റെ ചെറുപ്പകാലം എന്ന് പറയുന്നത് ഏറെ ദുരിതങ്ങൾ നിറഞ്ഞതായിരുന്നു. അതിന് ദുരിതം എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം ആ കാലഘട്ടത്തിൽ ഞാൻ മാത്രമായിരിക്കില്ലല്ലോ അത് അനുഭവിച്ചിട്ടുള്ള വ്യക്തി. പക്ഷെ ഞങ്ങളുടെ ആളുകൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും കടന്നു വന്ന പൂർവികരായിരുന്നു. കാട് തേടി ഓരോ വർഷവും വിളവ് ചെയ്ത വിളവെടുത്ത് അതിനുശേഷം അടുത്ത നീർത്തടം തേടി യാത്ര ചെയ്ത കുറേയധികം ആളുകൾ. അവരുടെ ഏക ആശ്രയം എന്ന് പറയുന്നത് വനങ്ങൾ മാത്രമായിരുന്നു. അതിനുശേഷം എപ്പോഴൊക്കെയോ ഏതൊക്കെയോ നിയമത്തിൻ്റെ വരവോടുകൂടെ ഒരിടത്ത് തന്നെ സ്ഥിരതാമസമാക്കണം എന്നതോടുകൂടി വഞ്ചിയിൽ സ്ഥിരതാമസമാക്കിയ ആളുകളാണ് അവിടെയുള്ളത്. എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ വീട്ടിൽ വരുന്ന അമ്മായിമാരും അമ്മാവന്മാരും ബാക്കി ബന്ധുക്കളുമെല്ലാം ഒരുപാട് കഥകൾ പറയും. അത് കഥകൾ എന്ന രീതിയിലാണ് ഞാൻ കേട്ടിരുന്നത്. പക്ഷെ അവർ പറയുന്നത് മുഴുവൻ അവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിക്കേണ്ടി വന്നിരുന്ന ദുരിതങ്ങളും വേദനകളും മാത്രമായിരുന്നു. എപ്പോഴും ഇത്തരം കാര്യങ്ങൾ പറയുന്നത് കേട്ട് അന്ന് എൻ്റെ മനസ്സിനെ ഏറെ സ്വാധീനിച്ചിരുന്നുവെങ്കിലും ഞാനതൊരു പുസ്തക രൂപത്തിലാക്കണമെന്നൊന്നും ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. എഴുതാൻ അറിയില്ലാത്ത, വായിക്കാൻ അറിയില്ലാത്ത കുറേയധികം ആളുകളുടെ ഒരു നാട്. എനിക്ക് തോന്നുന്നു 80-കൾക്ക് ശേഷമാണ് അവിടെ വിദ്യാഭ്യാസം എന്ന വാക്കുകൾ കേട്ടു തുടങ്ങിയത് തന്നെ. ഞങ്ങൾക്ക് വായിക്കാനുള്ള ഏക മാധ്യമം എന്ന് പറയുന്നത് എപ്പോഴെങ്കിലുമൊക്കെ കടയിൽ നിന്ന് സാധനങ്ങൾ പൊതിഞ്ഞു കൊണ്ടുവരുന്ന പേപ്പർ തുണ്ടുകൾ മാത്രമായിരുന്നു. അപ്പൊ സ്കൂളിൽ പോകാൻ വായിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ മുതിർന്നവർ പറയും, ഈ പേപ്പർ ഒന്ന് വായിച്ചു തന്നെ. അതിൻ്റെ പകുതിയും ചിലപ്പോൾ നമുക്ക് വായിക്കാൻ പറ്റുന്നതായിരിക്കില്ല. ഒന്നെങ്കിൽ വാങ്ങിക്കൊണ്ടുവന്ന സാധനത്തിന് എന്തെങ്കിലും അവശിഷ്ടങ്ങൾ പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നനഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ എണ്ണ പറ്റിയതായിരിക്കും. നമുക്കത് വായിച്ചാലും മനസ്സിലാവുന്ന ഒരു കാലമേ ആയിരുന്നില്ല. സ്കൂളുകളിൽ പോയി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ലൈബ്രറി പുസ്തകം എന്ന് പറയുന്നത് നമുക്കങ്ങനെ കിട്ടാറില്ല. വല്ലപ്പോഴും ഒരിക്കലും ഒരു പുസ്തകം ആരെങ്കിലും വായിച്ചു കേട്ടാൽ അത് മാത്രമേ ഉണ്ടായിരുന്നു. അല്ലാതെ വായന എന്ന് പറയുന്ന ഒരു മാധ്യമമായിട്ടൊന്നും കാണാൻ കഴിയുമായിരുന്നില്ല. ആ ഒരു കാലത്ത് ശരിക്കും വായന എന്ന് പറയുന്നത് ഏറ്റവും അധികം വായന മുൻപോട്ട് കൊണ്ടുപോയത് അക്കാലങ്ങളിലെ പൊതുവെയുള്ള ഒരു മാർഗമായിരുന്ന മംഗളവും മനോരമയും തന്നെയായിരുന്നു. പക്ഷെ അതും കുറച്ചു കാലമായപ്പോഴേക്കും അതും കഴിഞ്ഞു.
എൻ്റെ സഹോദരങ്ങൾ വീട്ടിൽ കൊണ്ടുവരുന്ന ചില പുസ്തകങ്ങൾ ഞാൻ വായിക്കും. അത് ചിലപ്പോൾ 3-4 വട്ടം, ചിലപ്പോൾ അതിലും അധികം തവണ വായിച്ചു കഴിഞ്ഞ് ആ പുസ്തകം എടുത്തെടുത്ത് അല്ലെങ്കിൽ ആരോടാണോ വാങ്ങിയത് അങ്ങോട്ട് കൊണ്ടുപോകാറുണ്ടായിരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞിട്ട് ആ കാലത്ത് എന്ത് കിട്ടിയാലും വായിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. അതിനുശേഷം നിരന്തരമായ വായന ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു വായനയേ ഇല്ലായിരുന്നു. പക്ഷെ എന്ത് പുസ്തകവും നമ്മുടെ കയ്യിലേക്ക് കിട്ടും എന്നുറപ്പായാൽ അത് കഴിവതും വായിക്കാനായിട്ട് അക്കാലത്ത് ശ്രദ്ധിക്കുകയും ചെയ്തു. അങ്ങനെ ചില വായനകളിൽ നിന്ന്, കാരണം ചില ആളുകൾ ഗോത്ര ജീവിതങ്ങളെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അവർ ഏറ്റവും മോശമായ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അവരുടെ സ്ത്രീകളെ കുറിച്ച്, അവരിലെ പുരുഷന്മാരെ കുറിച്ച്, കുട്ടികളെ കുറിച്ച് എല്ലാം വളരെ മോശമായ രീതിയിൽ. അപ്പം ഇത്തരം ഒരുപാട് വായനകളിൽ നിന്നാണ് ഒരു പുസ്തകം, അതായത് ഞാൻ ജനിച്ചു വളർന്ന അത് ഊരാളി എന്നൊരു ഗോത്ര വിഭാഗത്തിലാണ്. അപ്പം ആ ഗോത്രത്തിനെ കുറിച്ചൊരു പുസ്തകം എഴുതണം എന്ന് ഞാൻ ആലോചിച്ചത്. എഴുതണം എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നില്ല, പക്ഷെ ഒരു നിയോഗം എന്നതുപോലെ എനിക്കത് എഴുതേണ്ടി വന്നു എന്നതാണ് സത്യം. എഴുതാനായിട്ട് നോക്കുമ്പോൾ ആണ് പണ്ട് ഞാൻ കേട്ട കഥകൾ, അതിലുപരി അവരുടെ ദുരിതങ്ങൾ ഒരുപാട്. ഒരു ഗോത്ര സമൂഹം എന്ന് പറയുന്നത് എപ്പോഴും കാണിക്കാരൻ എന്ന് പറയുന്ന ആളിൽ അധിഷ്ഠിതമാണ്. കാണിക്കാരനാണ് അവിടെ എന്തും തീരുമാനിക്കാനുള്ള അവകാശം. ആ തീരുമാനത്തോടൊപ്പം നിൽക്കുകയാണ് ആ ഗോത്ര സമൂഹത്തിലെ ബാക്കി എല്ലാവരും, അതിനൊപ്പമാണ്, ആ തീരുമാനത്തിനൊപ്പം നിൽക്കും. ഞാൻ ജനിച്ചു വളരുന്ന സമയത്ത് ഞങ്ങളുടെ ഗ്രാമത്തിലും ഉണ്ടായിരുന്ന ഒരു മൂപ്പൻ എന്ന് പറയുന്നത്, പുള്ളിയായിരുന്നു അവിടുത്തെ കാണിക്കാരൻ എന്ന് പറയുന്നത്. അപ്പം ഈ കാണിക്കാരനെ കുറിച്ചും ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനു മുൻപിരുന്നവരെ കുറിച്ചും, കാരണം സ്ത്രീകളുടെ ഏറ്റവും മോശമായ രീതിയിൽ സ്ത്രീകളെ ശാരീരികമായി, ഏത് സ്ത്രീകളെയും ശാരീരികമായി ഉപയോഗിക്കുക എന്ന ഒരു രീതിയായിരുന്നു കാണിക്കാരൻ എന്ന വ്യക്തിക്ക് എല്ലാ കാലത്തും ഉണ്ടായിരുന്നത്. പക്ഷെ ആരും അതിനെ ഒരിക്കലും എതിർത്തിരുന്നില്ല. കാരണം എതിർക്കാൻ എല്ലാവർക്കും പേടിയായിരുന്നു. കാരണം കാണിക്കാരന് മന്ത്രം അറിയാം, ഓതാൻ അറിയാം, അയാളുടെ കയ്യിൽ എലിപ്പ് പെട്ടി എന്ന് പറയുന്ന ഒരു മാന്ത്രിക പെട്ടിയുണ്ട്. ഇതെല്ലാം വെച്ച് അയാൾക്ക് ഉപദ്രവിക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു അക്കാലത്തെ ആളുകളുടെ എല്ലാവരുടെയും വിശ്വാസം. അങ്ങനെ തന്നെയായിരുന്നു. അത് പുരുഷന്മാർക്കും പേടിയാണ്, സ്ത്രീകൾക്കും പേടിയാണ്, കുട്ടികൾ അടുത്തു പോലും പോകാറില്ല. അങ്ങനെയായിരുന്നു കാണിക്കാരന്റെ ജീവിത രീതിയും. അയാൾ മറ്റുള്ളവരോട് ഇടപെട്ടിരുന്നതും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ എന്നിരുന്നാലും മറ്റുള്ളവർ എഴുതുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ശരിക്കും ഞങ്ങളുടേതായ ഒരു സംസ്കാരം ഞങ്ങൾക്കുമുണ്ട്, ഒരു ജീവിത രീതിയുണ്ട്. സ്ത്രീകളെ കുറിച്ച് ചിലർ എഴുതുന്നത് ഏത് പുരുഷൻ വിളിച്ചാലും അവരുടെ കൂട്ടത്തിൽ ചെല്ലാനായിട്ട് ആദിവാസി സ്ത്രീകൾ തയ്യാറാണെന്നും അവർക്ക് 1-2 രൂപ കൊടുത്താൽ മതിയാകുമെന്നും, പുരുഷന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവര് കഞ്ചാവിനും കള്ളിനും പെണ്ണിനും അടിമയാണെന്നും, അവർക്ക് മറ്റൊന്നിനെ കുറിച്ചും ചിന്തയുണ്ടാവില്ലെന്നും, കുട്ടികളെ ബാലവിവാഹം ചെയ്ത് വിടുന്നതിൽ വലിയ ഒരിതാണ് നിലനിൽക്കുന്നത് പലരും എഴുതിയിരിക്കുന്നത്. ബാലവിവാഹങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു അക്കാലത്ത് അതിൻ്റെ ഒരു അനിവാര്യതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്, ഏറ്റവും മോശമായ രീതിയിൽ. പക്ഷെ അതിനെ ഞാൻ ഒരിക്കലും ഈ സ്ത്രീകളെ കുറിച്ച് അല്ലെങ്കിൽ പുരുഷന്മാരെ കുറിച്ച് ഉള്ള അത്തരം എഴുത്തുകളോട് ഞാൻ യോജിക്കുന്നില്ല. അവർക്കും അവരുടെ എല്ലാം ജീവിതമുണ്ട്, സ്ത്രീക്കുമുണ്ട് പുരുഷനുമുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഈ ഒരു കാണിക്കാരന്റെ ചുറ്റിലും കറങ്ങുന്ന പമ്പരം പോലെ ആയിപ്പോയി എന്നുള്ളതാണ്. ആർക്കും അയാളെ എതിർക്കാൻ കഴിയാതെ പോയി. കാരണം എതിർക്കാൻ നിന്നാൽ അയാൾ ഇനി നശിപ്പിക്കുമോ എന്നുള്ളൊരു ഭയമായി തുടങ്ങിയതോടു കൂടെയാണ്
ഇത്തരം കാര്യം കൂടുതലായിട്ടും കൂടി വന്നിരുന്നതും. അപ്പം ഇതിന്റെ എല്ലാം മറുപുറമായിട്ട് ഇത്തരം ഒരു നോവൽ, അല്ലെങ്കിൽ എൻ്റെ ആളുകളെ കുറിച്ച് ഒരു നോവൽ എഴുതണമെന്ന ആഗ്രഹത്തിൽ നിന്നാണ് ഈ കൊളുക്കൻ എന്ന പുസ്തകം പിറവികൊണ്ടത്. അതിൻ്റെ ഏറ്റവും നല്ല ഒരു എന്ന് വെച്ചാൽ ഒരു ജീവിതം അടയാളപ്പെടുത്താൻ ഏറ്റവും ഭംഗിയും വായനക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ശൈലിയുമാവാൻ നോവൽ തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് തോന്നിയത് കൊണ്ടാണ് അതൊരു നോവലിലേക്ക് എത്തിച്ചേർന്നത്. എന്തായാലും ഈ ഒരു വലിയ വേദിയിൽ എൻ്റെ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് എനിക്ക് അവസരം കിട്ടിയതിന് ഏറെ നന്ദിയുണ്ട്. എല്ലാവർക്കും സ്നേഹം. ശ്രീലത തൃശ്ശൂർക്കാരി